ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. തമിഴ്നാട്ടിൽ പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള വേദാന്തയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. പാരിസ്ഥിതികവും പൊതുജനാരോഗ്യവുമായ ആശങ്കകൾ കാരണം പ്ലാന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കോപ്പർ പ്ലാന്റ് വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട് വേദാന്ത നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. പാരിസ്ഥിതികവും പൊതുജനാരോഗ്യവുമായ ആശങ്കകൾ കാരണം പ്ലാന്റ് അടച്ചുപൂട്ടുകയായിരുന്നു. ഇപ്പോഴും സമാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. ഇന്ത്യയുടെ ചെമ്പുൽപാദനത്തിൽ പ്രധാന സംഭാവനയും വേദാന്തയുടെ സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റിൽ നിന്നുമാണ്. അതേസമയം വേദാന്ത നിരന്തരമായ പാരിസ്ഥിതിക ലംഘനങ്ങളുടെ ആരോപണങ്ങൾ നേരിട്ട് വരികയാണ്. തൂത്തുക്കുടിയിലെ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു നടന്ന പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് വെടിവയ്പിൽ 13 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധവും പാരിസ്ഥിതിക ആശങ്കകളും മുൻനിർത്തി പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടുകയായിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ വേദാന്ത അപ്പീൽ നൽകിയെങ്കിലും 2024 ഫെബ്രുവരിയിൽ വേദാന്തയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. തുടർന്ന് നൽകിയ പുനഃപരിശോധനാ ഹർജിയും തള്ളുകയായിരുന്നു. പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും ഗാർഹിക ചെമ്പുൽപാദനത്തിലെ കുറവും ഉൾപ്പെടെ കാര്യമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കമ്പനി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫണ്ടിങ്ങിലുണ്ടാകുന്ന കാലതാമസം വോഡഫോൺ ഐഡിയയെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ട്. സുപ്രീം കോടതിയുടെ AGR വിധിയെ തുടർന്നാണ് 25,000 കോടി രൂപയുടെ ഫണ്ടിങ്ങിന് കാലതാമസം ഉണ്ടായിരിക്കുന്നത്. AGRുമായി ബന്ധപ്പെട്ട കുടിശ്ശിക ഇനത്തിൽ 70,320 കോടി രൂപ VIക്ക് ബാധ്യതയുണ്ട്. രണ്ടാം പാദത്തിന്റെ അവസാനത്തിൽ 70,320 കോടി രൂപയുടെ AGR കുടിശ്ശിക വീണ്ടും കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് V നൽകിയ ക്യൂറേറ്റീവ് ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. 4G കവറേജ് മെച്ചപ്പെടുത്തുന്നതിനും 5G അവതരിപ്പിക്കുന്നതിനും അടുത്ത 3 വർഷത്തിനുള്ളിൽ 50,000 മുതൽ 55,000 കോടി രൂപയുടെ ഫണ്ടിംഗ് ആവശ്യമാണ്. എതിരാളികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ എന്നിവയോട് മത്സരിക്കുന്നതിനും നഷ്ടം നിയന്ത്രിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഇതുവരെ 24,000 കോടി രൂപ മാത്രമാണ് VI സമാഹരിച്ചത്. ഗവൺമെന്റ് ഇടപെട്ട VIയുടെ കുടിശ്ശികയുടെ ഒരു ഭാഗം ഓഹരിയിലേക്ക് മാറ്റുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത് കമ്പനിക്ക് കുറച്ച് ആശ്വാസം നൽകിയേക്കും. വരും വർഷങ്ങളിലും കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമെന്നാണ് വിലയിരുത്തൽ. നവംബർ അവസാനത്തോടെ ആവശ്യമായ ഫണ്ടിംഗ് ഉറപ്പാക്കാമെന്നായിരുന്നു VI ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ AGR ഹർജി തള്ളിയത് തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനിൽ അംബാനിയുടെ റിലയൻസ് പവറിനെതിരെ ക്രിമിനൽ കേസ്. വ്യാജ ബാങ്ക് ഗ്യാരണ്ടി കേസിലാണ് സോളാർ എനർജി കോർപ്പറേഷന്റെ ക്രിമിനൽ നടപടി. സോളാർ പദ്ധതിയുടെ ലേലത്തിൽ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അനിൽ അംബാനിയുടെ റിലയൻസ് പവറിനെയും ഉപസ്ഥാപനങ്ങളെയും 3 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ ഏജൻസിയായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിലക്കിയിരുന്നു. 3 വർഷത്തേക്കിനെ SECIയുടെ ലേലത്തിൽ അനിൽ അംബാനിക്ക് പങ്കെടുക്കാനാവില്ല. വിലക്കിനു പുറമെ ഇപ്പോൾ ക്രിമിനൽ നടപടിയിലേക്കും കടന്നിരിക്കുകയാണ് SECI. ഇതിനു മുന്നോടിയായി റിലയൻസ് പവറിന് SECI കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതായാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ ബാങ്ക് വായ്പാ തുക ദുരുപയോഗം ചെയ്തെന്നു കാട്ടി റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിനെതിരെ കാനറ ബാങ്കും നടപടി തുടങ്ങി. കമ്പനിയുടെ ആർക്കോം വായ്പാ അക്കൗണ്ട് ഫ്രോഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കാനറ ബാങ്ക് നോട്ടീസ് അയച്ചു. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണ് ഇതു സംബന്ധിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ബാങ്കുമായുള്ള കരാർ വ്യവസ്ഥകളിൽ ലംഘനമുണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനിക്ക് നൽകിയ വായ്പ, വിവിധ ഗ്യാരണ്ടികൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റുകൾ എന്നിവ തിരിച്ചടവ് തുടർച്ചയായി നിലച്ച പശ്ചാത്തലത്തിൽ 2017 മാർച്ച് മുതൽ കിട്ടാക്കടം NPA ആയി വിലയിരുത്തിയിരുന്നു. പിന്നീട് നടന്ന ഫോറൻസിക് ഓഡിറ്റിലാണ് ഫണ്ട് ദുരുപയോഗം കണ്ടെത്തിയത്. കമ്പനിക്ക് 31,580 കോടി രൂപയാണ് വിവിധ ബാങ്കുകൾ വായ്പ നൽകിയിരുന്നത്. ഈ തുക കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് മറ്റു ബാങ്കുകളിലെ കടം വീട്ടാൻ ഉപയോഗിച്ചു. ചില അനുബന്ധ കമ്പനികളിലേക്ക് ഫണ്ട് കൈമാറിയതായും അനധികൃത ഇടപാടുകൾക്ക് വിനിയോഗിച്ചതായും കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കോച്ചുകളിൽ AI ക്യാമറകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ റെയിൽവേ. 40,000 കോച്ചുകളിലായി 75 ലക്ഷം CCTVകളാണ് സ്ഥാപിക്കുക.
പദ്ധതിക്ക് 15,000 മുതൽ 20,000 കോടി രൂപ വരെ ചെലവാകുമെന്നാണ് സൂചന. ഇതിനായി റെയിൽവേ ടെൻഡർ ക്ഷണിച്ചു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷത്തിൽ 1,200 കോടി രൂപ വാർഷിക വരുമാനമുള്ള കമ്പനികൾക്കാണ് ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയുക. 800 ക്യാമറകളടങ്ങുന്ന CCTV നിരീക്ഷണ സംവിധാനമൊരുക്കി പരിചയം വേണമെന്നും നോട്ടീസിൽ പറയുന്നു. ഓരോ കോച്ചിലും 6 ക്യാമറകൾ വീതമാണ് സ്ഥാപിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ ശാരീരികമായി വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പ്രത്യേക കോച്ചിൽ 8 വീതം ക്യാമറകൾ ഉണ്ടാകും. ഗാർഡ് റൂമിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാനാകും വിധമായിരിക്കും ക്യാമറകളുടെ വിന്യാസം. ഓരോ കോച്ചിലും ലോക്കോ പൈലറ്റിനെ നിരീക്ഷിക്കാവുന്ന തരത്തിൽ 4 ക്യാമറകൾ ഉണ്ടാകും. കൂടാതെ ട്രെയിനിന് മുന്നിലും ഹൈ റെസല്യൂഷൻ ക്യാമറകൾ സ്ഥാപിക്കും. ട്രാക്കിൽ കാണപ്പെടുന്ന വസ്തുവിനെ AI സഹായത്തോടെ കൃത്യമായി തിരിച്ചറിയാനും അതിനെ ട്രാക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ സുരക്ഷിതമായ ദൂരത്തിൽ വെച്ച് ബ്രേക്ക് ചെയ്യാനുള്ള നിർദ്ദേശം ലോക്കോ പൈലറ്റിന് നൽകാനും പുതിയ സംവിധാനത്തിന് കഴിയും. വലിയൊരു കമ്പനിക്ക് മുഖ്യ കരാർ നൽകിയ ശേഷം ഉപകരാറുകളിലൂടെ വളരെ വേഗത്തിൽ CCTV വിന്യാസം പൂർത്തീകരിക്കാനാണ് റെയിൽവേയുടെ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്വിക്ക് കൊമേഴ്സ് സ്റ്റാർട്ടപ്പായ സെപ്റ്റോ $250 മില്യൺ സമാഹരിക്കും. ഫണ്ടിംഗ് റൗണ്ടിൽ വ്യക്തികളും സ്ഥാപനങ്ങളും നിക്ഷേപം നടത്തും. $5 ബില്യൺ മൂല്യനിർണ്ണയമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഈ മാസം അവസാനത്തോടെ സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് റൗണ്ട് അവസാനിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഫണ്ടിംഗ് സെപ്റ്റോയുടെ വളർച്ചയെ സഹായിക്കും. ഈ വർഷം ജൂണിൽ സെപ്റ്റോ $3.6 ബില്യൺ വാല്യുവേഷനിൽ $665 ദശലക്ഷം സമാഹരിച്ചിരുന്നു. കമ്പനി ഉടൻ തന്നെ IPO പുറത്തിറക്കുമെന്നും വാർത്തകളുണ്ട്. രാജ്യത്ത് ക്വിക്ക് കൊമേഴ്സ് വിഭാഗം ഗണ്യമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. 2025ഓടെ ഇന്ത്യയിൽ മാത്രം 15 മടങ്ങ് കുതിപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.